നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു വ്യത്യസ്തമായ റീഡിംഗ് എടുക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ബന്ധത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാനുള്ളത്, ഇതൊരു എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഇന്ന് അത് നമ്മൾ കേൾക്കാൻ പോവാണ്, മനസ്സിലാക്കാൻ പോവാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു സമയമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു മെസ്സേജ് ആയിട്ട് എടുത്തോളൂ. കാരണം ഇത് ഞാൻ ഒരുപാട് ഡെക്സ് യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. 3, 1, 2, 4 ഡെക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഓക്കെ, നിങ്ങൾ ഡിവൈൻ ടൈം ആകുമ്പോൾ കേൾക്കേണ്ട ഒരു മെസ്സേജസ് ആയിരിക്കും എന്ന രീതിയിലാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. യൂണിവേഴ്സ് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഈ ഒരു റീഡിംഗ് കൊണ്ട് സാധിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ചില മെസ്സേജസ് കിട്ടാനുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അത്തരത്തിൽ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആൻഡ് ഇത് ഡിവൈൻ ടൈം ആവുമ്പോൾ മാത്രമേ നിങ്ങളിത് കാണുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ആണ് വന്നത്. ഓക്കെ, അത്ര പേരെ ചിലപ്പോൾ കാണുള്ളൂ ഈ റീഡിങ്, എനിക്കതൊന്നും പ്രശ്നമല്ല. നമ്മൾ എനിവേ നമുക്ക് നോക്കാം. ഇത് ആർക്കാണോ എത്തേണ്ടത് അവർക്ക് എത്തും ഈ മെസ്സേജ്. നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ സ്പേസ് കുറിച്ചില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യം ഈ ഡെക്ക് ഒന്ന് യൂസ് ചെയ്യാം. ഇത് ദ റെയിൻബോ റിവൈവർ, ലവ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ, ഇൻ ആൻഡ് യാങ്, വാവ്. ഓക്കെ, ഇതുകൂടെ എടുക്കാൻ തോന്നുന്നുണ്ട്. ഐ വോണ്ട് ടു ടേക്ക് ദിസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഞാൻ ഇത്രയ്ക്ക് വേണ്ടാന്ന് വിചാരിച്ചാണ്, പക്ഷെ മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഡെക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഡെക്ക് നോക്കാം ഇനി. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇരുന്നോട്ടെ. ഇനി ടാരോ ഒന്ന് എടുക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ നോർമൽ ടാരോ ഡെക്കെന്ന് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഓക്കെ, ടാരോ ഡെക്കെന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്? 4 of Wands, 7 of Pentacles, Knight of Pentacles, Nine of Swords, King of Cups and Knight of Cups. Yes. സോറി, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. വെരി ഗുഡ്. നല്ല നല്ല മെസ്സേജസ് വരുന്നുണ്ട്. സ്പേസ് ഉണ്ടാക്കാനാ പാട്. എല്ലാം എടുത്തിട്ടേ ഞാൻ ഒന്ന് പറയുന്നുള്ളൂ. ഇന്ന് അങ്ങനെയാണ് റീഡിങ്. മാനിഫെസ്റ്റേഷൻ, റിലീസ്, സക്സസ്. വേണമെങ്കിൽ കുറച്ച് കാർഡ്സ് കൂടി ലാസ്റ്റ് എനിക്ക് തോന്നിയ മെസ്സേജസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്ര മതി. ഓക്കെ, ആദ്യത്തെ കാര്യം, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മേ ബി ദൂരെ ആയിരിക്കാം, എവിടെയെങ്കിലും ലൈക്ക് വേറെ കൺട്രി, വേറെ പ്ലേസ്, ജോലിക്ക് വേണ്ടി മാറിപ്പോയതായിരിക്കാം. ഓക്കെ, ജോലി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാറിയതായിരിക്കും. ദൂരെ പോയി കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് മിസ്സിങ് എനർജി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. മേ ബി അവർ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ടച്ച് വെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ സ്ട്രെസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. 9 of Swords ആണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ
ഐ തിങ്ക് അത് ആ ഒരു ഡിസ്റ്റൻസ് കാരണമാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ജേണി എന്നുണ്ട് ഇവിടെ. സോ അതും ഓക്യുപ്പേഷൻ എന്നാണ് കണ്ട ബോട്ടം ഓഫ് ദ ഡെക്ക്. എന്ന് വെച്ചാൽ പേഴ്സൺ ചിലപ്പോൾ ജോലിക്ക് വേണ്ടി വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയതായിരിക്കാം, ജോലിക്ക് വേണ്ടി വേറെ രാജ്യത്തായിരിക്കാം, വേറെ രാജ്യത്തോ വേറെ സിറ്റിയിലോ ഒക്കെ ആയിരിക്കാം, ദൂരെ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, ഇല്ല എന്ന് പറയാം. ഓക്കെ, സം ചാൻസസ് ആദ്യ. ഓക്കെ, ചൈൽഡ് എന്ന് കാണുന്നുണ്ട്, കുട്ടികൾ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അതിപ്പം നിങ്ങൾ മാരീഡ് ആവാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം, അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടാവാം. ഐ തിങ്ക് ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ മേ ബി ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ മാരീഡ് എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കമ്മ്യൂണിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതായത് മറ്റുള്ളവർ എന്ത് പറയും എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. എല്ലാവരെയും മുമ്പിൽ ചിലപ്പോൾ ഒരു നമ്മളങ്ങനെ ഒരു ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് ആണ് എന്ന രീതിക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ 4 of Wands വന്നിട്ടുണ്ട്. സോ മാരേജ് ഉണ്ട് ഇവിടെയും. ആക്ച്വലി 2 കാർഡ് നോക്കിക്കോളൂ, കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇവിടെ, മാരേജിന്റെ കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ പറയാം, അത് കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ എയ്തർ അവർ ഓൾറെഡി മാരീഡ്, നിങ്ങൾ ഓൾറെഡി മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം. സിറ്റുവേഷൻ സാഹചര്യം പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ചെറിയ അകൽച്ച ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, 4 of ജസ്റ്റ് എന്തെങ്കിലും. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് മാരീഡ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങളോട് കമ്മിറ്റ്മെന്റ് തരുമോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണാം ഇവിടെ. ഓക്കെ, ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ റെയിൻബോ റിവൈവറാണ് ഫസ്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു വല്ലാത്തൊരു കണക്ഷനാണ്. ശരിക്കും ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, ഓക്കെ, എന്ത് തന്നെ ഇവിടെ സിറ്റുവേഷൻ സാഹചര്യം ആയാലും, ഓക്കെ, ഇവിടെ പറയുന്നത് അതിലൊരു റിന്യൂവൽ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പിനെസ് തിരിച്ചു വരും, നിങ്ങളുടെ സന്തോഷങ്ങൾ തിരിച്ചു വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പേഴ്സൺ ചിലപ്പോൾ ദൂരെ ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. നിങ്ങളിവിടെ ഒരുപാട് സ്ട്രെസ് അടിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് എനിക്ക്. ബട്ട് ഇവിടെ നിങ്ങളോട് ഒരു അഷ്വറൻസ് യൂണിവേഴ്സ് തരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വളരെ ഒരു പ്യുവർ ആയിട്ടൊരു സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്, ലവ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ യെസ് വളരെയധികം സ്ട്രോങ് ഒരു കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും എൻഡ് ആവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ അങ്ങനെ വല്ലപ്പോഴും അകന്നാൽ തന്നെ വീണ്ടും നിങ്ങൾ അടുക്കും. അത് അങ്ങനെയാണ്, ബിക്കോസ് നിങ്ങൾ ഇൻ ആൻഡ് യാങ് ആണ്. ഇൻ ആൻഡ് യാങ് എന്ന് പറഞ്ഞാൽ ഒരാൾ ലൈക്ക് മാസ്കുലൈൻ ഫെമിനൈൻ എന്ന് പറയും നമ്മൾ, പക്ഷെ അങ്ങനെയല്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ല പരസ്പരം പൂർത്തീകരിക്കുന്ന എന്ന് പറയാം. ഓക്കെ, ഈ സൈൻ നിങ്ങൾക്കറിയാലോ, സിമ്പിൾ. ഓക്കെ, അതായത് നിങ്ങളെ ബാലൻസ് ചെയ്യുന്നത് അവരാണ്, അവരെ ബാലൻസ് ചെയ്യുന്നത് നിങ്ങളാണ്. അതായത് അവർ ഇമോഷണൽ ആവുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കൽ ആവും, നിങ്ങൾ പ്രാക്ടിക്കൽ ആവുന്ന സമയത്ത് അവർ ഇമോഷണൽ ആവും. ഓക്കെ, അല്ലെങ്കിൽ പരസ്പരം ലൈക്ക് നിങ്ങളിൽ എന്താണോ കുറവുള്ളത് അത് പൂർത്തിയാക്കുന്നത് അവരാണ്, അവരിൽ എന്താണോ കുറവുള്ളത് അത് പൂർത്തിയാക്കുന്നത് നിങ്ങളാണ്. സോ അങ്ങനൊരു നിങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. ചിലപ്പോൾ കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിംസ് ആവാം, എല്ലാവർക്കും അല്ല. ഓക്കെ, ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു സൈൻ ഇവിടെ ഉണ്ട് എനിക്ക്. ഈ ഞങ്ങൾക്ക് പറയുമ്പോൾ നമ്മൾ അതാണ് ഉദ്ദേശിക്കാറ്. സോ എവിടെയോ നിങ്ങൾ തമ്മിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നിങ്ങൾ പരസ്പരം അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, വളരെയധികം നിങ്ങൾ പരസ്പരം ആ ഒരു ആത്മാർത്ഥമായൊരു സ്നേഹം എന്ന് എനിക്ക് വിളിക്കാം. കാരണം ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയുമാണ്. സോ പേഴ്സൻ്റെ മനസ്സിലും നിങ്ങളോട് അത്രത്തോളം സ്നേഹമുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, ഈ ഇവിടെ സിറ്റുവേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരുന്നുണ്ടാവില്ല. ഓക്കെ, അതിന് റീസൺ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, മേ ബി ഫാമിലി സമ്മതിക്കില്ല എന്ന രീതിക്കാവാം. കമ്മ്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണിന്, അങ്ങനെയായിരിക്കാം. കുട്ടികളുടെ കാര്യം ഉണ്ടാവാം, ഫാമിലിയുടെ കാര്യം ഉണ്ടാവാം, പാരൻസിനെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ചില റെസ്പോൺസിബിലിറ്റീസ് അവരെ മേലെ ഉണ്ട് എന്ന രീതിക്ക് പറയാം. അതുകൊണ്ട് തന്നെ മേ ബി റിലീജിയൻ വേറെ വേറെ, കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റിലീജിയൻ ആയിട്ട് എടുക്കാം, കാസ്റ്റ് ആയിട്ട് എടുക്കാം. കാസ്റ്റ് വേറെ വേറെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ മനസ്സുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അടുപ്പം അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അതിന് ഒരൊറ്റ ഡൗട്ടും ഇവിടെ എനിക്ക് പറയാനില്ല. നിങ്ങൾ തമ്മിൽ അത്രത്തോളം സ്നേഹം തന്നെയാണ്. പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് തരാനാണ് സ്ലോ. ഓക്കെ, അവർ നിങ്ങളോട് മേ ബി ഇതെന്നെ തുറന്ന് പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ മനസ്സിൽ ഇത്രത്തോളം അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള പോലും ചിലപ്പോൾ പലപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. ഓക്കെ, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവരുള്ളിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, കമ്മിറ്റ്മെന്റ് തരണം എന്നും അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ 2 കമ്മിറ്റ്മെന്റ് കാർഡ് ഞാൻ പറഞ്ഞു, മാരേജിന്റെ കാർഡ് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് ആഗ്രഹം അത് തന്നെയാണ്, നിങ്ങളുമായിട്ട് ശരിക്കും കമ്മിറ്റഡ് ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. അവർ അത്രത്തോളം നിങ്ങൾ പറ്റുന്നവർക്ക് മാരേജ് ഓഫർ വരും എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഓക്കെ, ഇവിടെ പക്ഷെ അവർ സ്ലോ ആണ് ലേശം, അതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ 7 of Pentacles ആൻഡ് Knight of Pentacles ആണ്. സോ അവർ ഈ റിലേഷൻഷിപ്പ് വളരുന്നത് വളരെ സ്ലോ ആണ്. ഓക്കെ, പെട്ടെന്ന്
മേ ബി നിങ്ങൾ കുറച്ചൊന്ന് അടുക്കുമ്പോൾ അവർ വീണ്ടും അകന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, വീണ്ടും അടുക്കും, നിങ്ങൾ വീണ്ടും അകലും. സോ അങ്ങനെ വരുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എത്ര കാലമായി ഇതിനൊരു, എപ്പോഴാണ് ഒരു റിസൾട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, സോ ബട്ട് ഇവിടെ ഈ സ്ലോ എന്ന് പറയുമ്പോഴും നമ്മളൊരു കാര്യം പറയാറുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയും. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ ഒരു വ്യക്തിയെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റഡി ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് അവർ സ്ലോ ആയിരിക്കാം, ഓക്കെ, ബട്ട് അവർ പ്ലാൻ ചെയ്ത് ശരിക്കും പ്രോപ്പറായിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് വരണം എന്ന രീതിക്ക് ചിന്തിച്ചിട്ടാണ് അവർ സ്ലോ. ഓക്കെ, അല്ലാതെ വേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല സ്ലോ. ഓക്കെ, അവരെല്ലാം സെറ്റ്. മേ ബി ചിലർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. സോ അതെല്ലാം ഒന്ന് ശരിയാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കും ജോലിയുടെ കാര്യത്തിനൊക്കെ മാറിപ്പോകുന്നതൊക്കെ. മീൻസ് അവരുടെ ലൈഫ് അവർ ഒന്ന് സെറ്റായിട്ട് എനിക്ക് നല്ല പ്രോപ്പറായിട്ടൊരു ജോലി കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ നമുക്കൊരു മാരേജ്, മറ്റൊരാൾക്ക് കൂടി നമുക്ക് ഒരു ലൈഫ് നല്ല രീതിയിൽ കൊടുക്കാൻ അപ്പോഴേ സാധിക്കുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അവരും പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെയും പറയാം, ദാറ്റ് അവരും സ്ട്രെസ്സിൽ ആണ്. നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും വിഷമമുണ്ട് എന്ന് പറയാം. ഓക്കെ, നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവും അവരുടെ മൈൻഡിൽ, അതുകൊണ്ട്. ഓക്കെ, കുറച്ചൊക്കെ അവരും ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും പ്യുവറായിട്ട് തന്നെയുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ചൂസ് ചെയ്ത് കാണും. ഓക്കെ, അതായത് ഇപ്പോൾ പേഴ്സൺ സ്ലോ ആണ്, ഞാൻ പറഞ്ഞു, അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ മുന്നോട്ട് വരുന്നില്ല, കമ്മിറ്റ്മെന്റ് തരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് കാണാം ദാറ്റ് ഇവിടെ ഇനി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ചൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊന്ന് അവനവനെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ടാവും, സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടാവാം, നിങ്ങൾ അങ്ങനെയാവാം. ഓക്കെ, ആൻഡ് ഇവിടെ സെൽഫ് റെസ്പെക്ട് ചൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്ത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ വൈസ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാൻ ടാരോ ഒന്ന് എടുക്കാം. ഓക്കെ, സെൽഫ് റെസ്പെക്ട് എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. സെൽഫ് റെസ്പെക്ട് എന്താ പറയുന്നത് നമുക്ക് ടാരോ ഒന്ന് ചെക്ക് ചെയ്യാം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. യെസ് ഐ തിങ്ക് നിങ്ങൾ തീരുമാനിച്ചു ദറ്റ് പേഴ്സൺ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്ര നിങ്ങളുടെ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കിങ്ങും ക്വീനും ഒക്കെ നിങ്ങളിപ്പോൾ ലൈക്ക് നിങ്ങൾ ജെൻസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ പ്ലീസ്, എല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല, ബാലൻസ് ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അതായത് ടെമ്പറൻസും ഉണ്ട്, 6 ഓഫ് പെന്റക്കിൾസും ഉണ്ട്. രണ്ടും പറയുന്നത് ഒരു ബാലൻസിന്റെ കാര്യമാണ്. നമ്മളൊരു സിറ്റുവേഷൻ്റെ ഒരു ഈക്വൽ ആയിട്ട് എന്ന് പറയില്ലേ, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിൽ. അങ്ങനെ നിങ്ങൾ എഫേർട്ട് ഇട്ട് കാണും. എപ്പോഴും ഒരു ഭാഗത്ത് നിങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതൽ എഫേർട്ട് ഇട്ടത്, പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അധികം എഫേർട്ട് വന്നിട്ടുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ദാറ്റ് ഇവിടെ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ ഒരുപാട് ഗിവർ ആയിരുന്നു, യു ആർ ദ ഗിവർ. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ജെൻസ് ആണെങ്കിൽ നിങ്ങൾ കിങ് ഓഫ് കപ്സ് ആയിട്ട് എടുക്കുക പ്ലീസ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ആണ് കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ അത് മാറ്റിയിട്ട് ഒന്ന് നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്ന് കാണും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഐ തിങ്ക് നിങ്ങൾ അവനവന് കൊടുക്കാൻ തുടങ്ങി കാണും. ആൻഡ് ഇവിടെ നിങ്ങളുടെ കരിയർ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതാണ് സെൽഫ് റെസ്പെക്റ്റും പറഞ്ഞത്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളെ തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, ഈ സിറ്റുവേഷൻ മൂവ് ചെയ്യുന്നില്ല, സിറ്റുവേഷൻ സ്ലോ ആണ്, അവിടെ ഒന്നും മൂവ്മെന്റ് ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ല. പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒന്നും നിങ്ങളുടെ ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ, ആക്ഷൻസ് കാണണ്ടേ അല്ലേ? അപ്പോൾ ആക്ഷൻസ് കാണാത്തതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്തു, നിങ്ങൾ അവനവനെ ചൂസ് ചെയ്തു, സെൽഫ് റെസ്പെക്ട് ചൂസ് ചെയ്ത് നിങ്ങൾ വാക്ക് അവേ ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ച് കാണാം ദറ്റ് എനിക്കിവിടെ ഇനി നിൽക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച് കാണാം. നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം ജോലിക്കൊക്കെ വേണ്ടി മാറിപ്പോയത്, അങ്ങനെയും പറയാം. ഓക്കെ, എനിവേ നിങ്ങളൊരു മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട്. ഇത് ഇമോഷൻസ് ആണ്, ഇത് പ്രാക്ടിക്കലാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വേറൊരു വ്യക്തി എന്നെ പൂർത്തിയാക്കാൻ എനിക്ക് ആവശ്യമില്ല ഓക്കെ എന്ന് തീരുമാനിച്ച് മേ ബി നിങ്ങൾ തന്നെ അവനവനെ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് കാണും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്ത് കാണാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെൽഫ് റെസ്പെക്റ്റിന്റെ വാക്കിംഗ് അവേ എനിക്ക് കാണുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ വാക്ക് അവേ ചെയ്തിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ നിന്ന്. അങ്ങനെ ചെയ്തപ്പോഴാണ് പേഴ്സൺ ഐ തിങ്ക് റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിട്ട് പോകും എന്ന് അവർക്ക് തോന്നും. ഓക്കെ, അതിൻ്റെ ആയിരിക്കാം സ്ട്രെസ് ഇവിടെ കാണുന്നത്. അവർക്കിപ്പോൾ സ്ട്രെസ് ഉണ്ട്. ഐ തിങ്ക് അവർ ഇനി കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാവും. ഓക്കെ, കമ്മിറ്റ്മെന്റ് ആണ് അവരിവിടെ ഡിലേ ചെയ്തുകൊണ്ടിരുന്നത്, അതിന് വേണം വൈകിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇനി കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മാനിഫെസ്റ്റേഷൻ, റിലീസ് ആൻഡ് സക്സസ്. ഒന്ന് ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് ഇത് നിങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്താണ്. ഓക്കെ, ഞാൻ അങ്ങനെ പറയാം. നിങ്ങളായിട്ട് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ മാറ്റിയെടുത്തതാണ്. അതായത് നിങ്ങൾ ചേഞ്ചായി.
ഓക്കെ, നിങ്ങൾ ചേഞ്ച് ആയി, നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ആയി. ഐ തിങ്ക് നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നു, നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിലീസ് എന്ന് കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ അവരോട് ദേഷ്യത്തിലൊന്നുമല്ല, നിങ്ങൾ ഐ തിങ്ക് ജസ്റ്റ് തീരുമാനിച്ചു, ഓക്കെ വേണ്ട, പറ്റുന്നില്ലെങ്കിൽ വേണ്ട, സാരമില്ല, ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫായി, ഞാൻ എൻ്റെ ലൈഫായി എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ദേഷ്യത്തിലല്ല അത് പോകുന്നത്. റിലീസിങ് ഗ്രഡ്ജസ് എന്നാണ് പറയുന്നത്. ഗ്രഡ്ജസ്, വൂൺസ് ആൻഡ് പെൻഡപ്പ് ഫീലിങ്സ് ത്രൂ ഹെൽത്തി ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ നിങ്ങളത് അവരോട് ദേഷ്യത്തിലല്ല പെരുമാറുന്നത്, ദേഷ്യത്തിലല്ല വിട്ട് കളയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്തു, ഓക്കെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എനിക്ക് കമ്മിറ്റ്മെന്റ് തരാൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിനക്ക് പറ്റുന്നില്ല, വോട്ടെവർ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും, ഓക്കെ പറ്റുന്നില്ല, ഓക്കെ വേണ്ട, ശരി എന്ന് പറഞ്ഞ് നിങ്ങളായിരിക്കാം മാറിപ്പോയത്. നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആ റിലീസിങ് അതൊരു തരത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്തതാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ആൻഡ് ഓക്കെ, അത് ഇതിവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നിങ്ങളത് അങ്ങനെ റിലീസ് ചെയ്ത് വിട്ടപ്പോൾ, ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇത് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമ്മുടെ അടുത്ത് പോയാലോ എന്ന് വിചാരിക്കും അല്ലേ. അതിനെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷേ അവസാനം നമ്മൾ റിയലൈസ് ചെയ്തില്ല, അങ്ങനെ കാര്യമില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ലെറ്റ് ഗോ ചെയ്താലുണ്ടല്ലോ, അത് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് തമാശ എന്ന് പറയുന്നത്. അതാണ് യൂണിവേഴ്സിൻ്റെ പല കളികളിൽപ്പെട്ട കളികളോ ഒന്നാണത്. ഓക്കെ, ഇറ്റ്സ് യുവർ ടൈം ടു ഷൈൻ, സക്സസ് ഫ്രം വാട്ട് യു പോർ യുവർ ഹാർട്ട് ഇൻ ടു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളിത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾ ഈ ലെവലായിരിക്കാം. അല്ലാത്തവർ നിങ്ങൾക്കിത് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുക, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓക്കെ, നിങ്ങൾ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് മാത്രമേ ഇരിക്കരുത്. ഓക്കെ, പേഴ്സൺ വന്നിട്ടേ ഞാൻ പൂർത്തിയാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അവനവനിലെ നിങ്ങൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾ ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസും കരിയർ സൈഡും പ്രാക്ടിക്കലായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കാണാൻ തുടങ്ങാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ ട്രിഗർ ചെയ്ത് വിടുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ശരിക്കും അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ വേണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണമാണ് എനിക്കിവിടെ കാണുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ റിയലൈസ് ചെയ്യും ദാറ്റ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഒക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം അതൊക്കെ ആ പേഴ്സൺ കാണുമ്പോഴാണ് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എനിക്കിവിടെ കമ്മിറ്റ്മെൻറ്റ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരുന്നു. ഓക്കെ, അവസാന കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരുന്നു എന്നാണ് കാണുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ആ കമ്മിറ്റ്മെൻറ്റ് വരുന്നത് നിങ്ങൾ ഈ സെൽഫ് റെസ്പെക്ട് ചൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ തന്നെ യു ആർ ഫുൾ ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേറെ ആരും വേണ്ട നിങ്ങളെ പൂർത്തിയാക്കാൻ, നിങ്ങളെ ഹാപ്പി ആക്കാൻ വേറെ ആരും ആവശ്യമില്ല നിങ്ങൾക്ക്. അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരുമ്പോഴാണ് വേറൊരു വ്യക്തി, അപ്പോഴേ അവർക്കും നിങ്ങളെ സ്നേഹം തോന്നുള്ളൂ, നിങ്ങളെ റെസ്പെക്ട് തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ വെരി നൈസ്. അത് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോളജി, ഫോർഗിവ്നെസ് ത്രൂ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കൂടുതൽ. സ്ട്രെസ്, ക്ലെൻസ് ആൻഡ് ഡീടോക്സിഫൈ ഫ്രം അൺനെസറി കമ്മിറ്റ്മെന്റ്സ്. ഇവിടെ സ്ട്രെസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, സ്ട്രെസ് നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പാഷൻ, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫെയിൽ, ഫോളോ വാട്ട് മേക്സ് യുവർ ഹാർട്ട് ഹാപ്പി. ഓക്കെ, അത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ലാസ്റ്റ് ഒരു കാർഡ് കൂടി എടുത്തേക്കാം. ഡിവൈൻ ടൈമിംഗ്, സോൾമേറ്റ് കാർഡാണിത്. വാവ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന ഇന്നത്തെ റീഡിങ്ങും അതായിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ അറിയുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ ഇത് കാർഡ് കുറച്ച് കാണിക്കാൻ പറ്റില്ല ഇവിടെ. ഓക്കെ, സോറി പറഞ്ഞു വരും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അപ്പോളജൈസ് ചെയ്ത് വരും, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇവിടെ സ്ട്രെസ് എന്ന് കണ്ടു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്ട്രെസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കും അവരുടെ മിസ്റ്റേക്ക്. ഓക്കെ, അവരെ മിസ്റ്റേക്ക് മനസ്സിലാക്കി നിങ്ങൾ അവരെ വിട്ടു പോകുമ്പോഴാണ് അവർക്ക് ശരിക്കും നിങ്ങളെ മനസ്സിലാക്കുക, അവർ നിങ്ങളുടെ വാല്യൂന്ന് അവർ മനസ്സിലാക്കുക. ഓക്കെ, സോ അവർ നിങ്ങളോട് സോറി പറഞ്ഞു വരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്ന് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വിട്ടേക്കാം. നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയാം. ഓക്കെ, നിങ്ങൾ വളരെ ധൈര്യത്തോടെ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവാം.
ഓക്കെ. അപ്പോൾ പേഴ്സൺ ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും നിങ്ങളുടെ സോൾമേറ്റ് ആവാം, ട്വിൻ ഫ്ലെയിം ആവാം. ഓക്കെ, ഇവിടെ ഡീപ്പ് കണക്ഷൻ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു കണക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എവറിത്തിങ് ഹാസ് എ ഹയർ പർപ്പസ്. എല്ലാം ഒരു ഡിവൈൻ ടൈമിൽ നടക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ സോൾമേറ്റിൽ ദ ഡിവൈൻ വിൽ പ്രൊവൈഡ് യു വിത്ത് ലവ് വെൻ യു ആർ റെഡി എന്നാണ്. നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ തയ്യാറായത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ ആക്ച്വലി അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾ സന്തോഷമാവുക എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലൊരു നീഡാണ് നമ്മളുടെ. ഓക്കെ, അല്ലാതെ നമുക്ക് ആ വ്യക്തിയോട് ഒരു സ്നേഹം തോന്നിയിട്ട് അങ്ങനെയല്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമാണ്, അവരെൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തോ കിട്ടുകയാണ്. ആ കിട്ടുന്നതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഓക്കെ, അതൊരു അൺകണ്ടീഷണൽ ലവ് അല്ല ഒരിക്കലും. ഓക്കെ, നമ്മൾ അൺകണ്ടീഷണലി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ എൻ്റെ ലൈഫിൽ ഇല്ലെങ്കിലും ശരി, ഉണ്ടെങ്കിലും ശരി, അവർ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഹാപ്പിയാണ്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ വേറൊരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അവരിൽ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അവരുടെ നിന്ന് ഒന്നും കിട്ടാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. ഈവൻ സ്നേഹമായാലും സംസാരമായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാകില്ല, അതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതൊന്നും അവിടുന്ന് ആഗ്രഹിക്കാതെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അവിടുന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ജസ്റ്റ് അവരെ ആത്മാർത്ഥത, അല്ലെങ്കിൽ അവർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ ആത്മാർത്ഥതയോടെ എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യക്തി അങ്ങനെ നമ്മൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കുക. ആക്ച്വലി അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കാനാണ് ഒരാൾ വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ കാൽക്കഴുക്കെടുക്കണം എന്നുള്ള രീതിയിലല്ല, മനസ്സിലാക്കാം. ഓക്കെ, ബട്ട് നമ്മൾ അത്രത്തോളം അൺകണ്ടീഷണലി നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അവർ നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും. കാരണം നിങ്ങൾ പൂർണ്ണമാണ്, നിങ്ങൾ അവനവനിൽ പൂർണ്ണമാണ് എന്ന രീതിയിലാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ വേറൊരു വ്യക്തി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ എക്സ്ട്രാ ഹാപ്പിനെസ് ആണ്, നമുക്ക് അഡീഷണൽ ഹാപ്പിനെസ് ആണ് നമുക്ക്. നിങ്ങൾ ഓൾറെഡി ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്കത് നമ്മൾ പറയില്ലേ എന്താണ് കേക്കിൻ്റെ മേലെ വെക്കുന്ന ചെറി എന്ന് പറയും, ചെറി ഓൺ ടോപ്പ് ഓഫ് ദ ഐസ്ക്രീം എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ. അല്ലാതെ അവരില്ലാത്ത എനിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ രീതിക്ക് പറയുമ്പോൾ അത് ഒരു നീഡ് മാത്രമാണ്. ഓക്കെ, ഐ തിങ്ക് അത് നിങ്ങൾ പഠിച്ചെടുക്കുമ്പോഴാണ് ഡിവൈൻ ടൈം അപ്പോഴാണ് ആവുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ ആളെ ആവശ്യമില്ല എന്ന രീതിക്ക് വരും ശരിക്കും. നിങ്ങൾ അങ്ങനെ വരുമ്പോഴേ പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോപ്പറായ ഒരു വ്യക്തി വരുള്ളൂ. അല്ലാത്തവരെന്താണെന്ന് വെച്ചാൽ അല്ലാത്തവരും നിങ്ങളും അതേപോലെ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പോഴാണ് ഈ പരസ്പരം ഡിസപ്പോയിൻമെന്റ്സും കാര്യങ്ങളും. അവർ പ്രതീക്ഷിക്കും നിങ്ങൾ അങ്ങനെ സ്നേഹിക്കണം ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ അവർ പ്രതീക്ഷിക്കും. ഓക്കെ, നിങ്ങളും പലതും പ്രതീക്ഷിക്കും. അപ്പോൾ ഇതൊക്കെ കൊടുക്കൽ വാങ്ങൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു ലെവലിലേക്ക് പോകും. പക്ഷെ ഇല്ല, നിങ്ങൾ ഓൾറെഡി ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ വളരെ ഫ്രീ മൈൻഡാണ്. ഓക്കെ, പേഴ്സൺ അവർ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷമാണ്, ഇല്ലെങ്കിലും ഞാൻ സന്തോഷമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡെസ്പറേറ്റ് നീഡില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഒരു വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. ആ വാല്യൂ കാണിക്കുമ്പോഴേ ആ വേറൊരു വ്യക്തി നിങ്ങളെ അതേപോലെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുള്ളൂ നിങ്ങളുടെ കൂടെ. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ ഇത് ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് ഓൾറെഡി യൂണിവേഴ്സ് പറഞ്ഞു എവിടെ ആവും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഇത്. ഇന്നത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് വരും. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി ഫുള്ളി അവൈലബിൾ ആയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ അങ്ങനെ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ ആദ്യം വെൻ യു ആർ റെഡി, നിങ്ങൾ റെഡി ആവണം. അപ്പോഴേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ വരും. നിങ്ങൾ റെഡി ആവുന്നത് എങ്ങനെയാണ്? അവനവനെ സ്നേഹിക്കുമ്പോൾ. ഓക്കെ, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. സോ ഐ ഹോപ്പ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് എവിടെയോ നിങ്ങൾ മേ ബി ഒരു സെൽഫ് ലവിൻ്റെ ഒരു ലെസൺ ആയിട്ട് നിന്ന് എടുത്തോളൂ, സെൽഫ് ലവിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് നിന്ന് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പേഴ്സൺ, നിങ്ങളെ ഫുള്ളി നിങ്ങൾക്ക് കൺസിഡറേഷൻ തരുന്ന, നിങ്ങൾക്ക് വാല്യൂ തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ. ഓക്കെ, അതിനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.